ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന 4ാമത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ പീരീഡാണ്. 4th പീരീഡിൽ നാം ലെറ്റസ് അസസ് എന്ന ഭാഗം ഡിസ്കസ് ചെയ്യുകയാണ്. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നിഫിക്കേഷനെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമേജ് ഒബ്ജക്റ്റിൻ്റെ എത്ര മടങ്ങ് വലുതാണ് അല്ലെങ്കിൽ എത്ര മടങ്ങ് ചെറുതാണ് എന്ന് പറയുന്നതാണ് മാഗ്നിഫിക്കേഷൻ. കണ്ടത് 2 രീതിയിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാമെന്നാണ്. ഒന്ന് HI/HO, ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ്, ഓർ നെഗറ്റീവ് V/U. ഈ 2 രീതികളിൽ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഒന്നുകൂടെ പരിശോധിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. വെൻ മാഗ്നിഫിക്കേഷൻ ഈസ് 1, the size of the image and the size of the object are equal എന്ന് പറയുന്ന ഈ ടേം ശരിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് ശരിയാണ്. രണ്ടാമതായിട്ട് നമ്മൾ വെൻ മാഗ്നിഫിക്കേഷൻ ഈസ് മോർ ദാൻ 1, മാഗ്നിഫിക്കേഷനെ കാണിക്കുന്ന സംഖ്യ 1-ൽ കൂടുതലാണെങ്കിൽ ഇമേജ് വലുതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വെൻ മാഗ്നിഫിക്കേഷൻ ഈസ് ലെസ് ദാൻ 1 മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ നമുക്കറിയാം ഓബ്ജക്റ്റ് ആണ് വലുത്, ഇമേജ് ഈസ് സ്മോളർ എന്നുള്ള കാര്യമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. പ്രധാനമായിട്ട് അടുത്ത 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നത്. വെൻ ദ മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്, നമ്മളവർക്കും മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വന്നാൽ അത് റിയൽ ഇമേജ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുക. പോസിറ്റീവ് വരുമ്പോൾ ഇമേജ് റിയൽ അല്ല, പിന്നെ എന്താണ്, വിർച്വൽ ഇമേജ് ആണ്. അതുപോലെ അത് ഇൻവെർട്ടഡ് അല്ല, അത് ഇറക്റ്റ് ഇമേജുമായിരിക്കും. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വരുമ്പോൾ ഇമേജ് റിയൽ ആയിട്ട് മാറും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നോക്കി 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഇമേജിൻ്റെ വലിപ്പം കൂടുതലാണോ കുറവാണോ സെയിം സൈസാണോ, അത് ഒരു കാര്യം. പിന്നെ മാഗ്നിഫിക്കേഷൻ്റെ സിമ്പിൾ നോക്കി നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കി നമുക്ക് ഇമേജ് റിയൽ ആണോ അതെയോ വിർച്വൽ ആണോ എന്ന് അറിയാൻ പറ്റും. വിർച്വൽ ആണെങ്കിൽ പോസിറ്റീവ്, റിയൽ ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ലെറ്റസ് അസസ് എന്ന ഭാഗം അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതിന് നമുക്ക് ആൻസറുകളൊന്ന് വർക്കൗട്ട് ചെയ്യാം. എ ഡെൻ്റൽ ഡോക്ടർ യൂസസ് എ മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 8 cm ടു സീ the teeth clearly. What would be the maximum distance between the teeth and the mirror? Justify your answer. അപ്പോൾ മിററും ടീത്തും തമ്മിൽ, ടീത്താണ് പല്ലാണ് ഇവിടെ ഓബ്ജക്റ്റ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ U എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതുപോലെ അതിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, 8 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ വന്നാലും ഈ കോൺകേവ് മിറർ ഉപയോഗിച്ച് തൊട്ടടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ ഒരു വിർച്വൽ ഇമേജ്, വളരെ ലാർജായിട്ടുള്ളൊരു വിർച്വൽ ഇമേജ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഡെൻ്റൽ ഡോക്ടർ ഈ മിറർ ഉപയോഗിക്കുന്നത് ഒരിക്കലും അതിൻ്റെ ഒരു റിയൽ ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കാൻ വേണ്ടിയല്ല, അതിന് പകരം മിറർ നോക്കി ആ പല്ലിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം വിർച്വൽ ഇമേജ്, ഒരു കോൺകേവ് മിററിൽ വിർച്വൽ ഇമേജ് കിട്ടണമെങ്കിൽ എപ്പോഴും ഫോക്കസിനും പോളിനും ഇടയ്ക്കായിരിക്കണം ഓബ്ജക്റ്റ് വെക്കേണ്ടത് അല്ലേ. അപ്പോൾ മാക്സിമം ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഇതിലെവിടെയെങ്കിലുമാണ് ഓബ്ജക്റ്റ് വരേണ്ടത്. അപ്പോൾ അത് പല്ലിൽ നിന്ന് എത്ര അകലത്തിൽ പിടിക്കണമെന്ന് ചോദിച്ചാൽ ഓബ്ജക്റ്റ് എവിടെ വരണം, ഏറ്റവും കൂടിയത് ഇവിടെ വരാം. ഇങ്ങോട്ടേക്ക് വന്നാൽ ഇമേജ് റിയലായി പോകും, കാണാൻ പറ്റുകയില്ല. അപ്പോൾ ഈ F മുതൽ ഈ P വരെയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ആയിരിക്കണം ഓബ്ജക്റ്റ് ആയിരിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഫോക്കൽ ലെങ്ത്ത് 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 cm താഴെ വരാമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 8 cm ആയിരിക്കണം അല്ലേ. ലെസ് ദാൻ 8 cm U വന്നു കഴിഞ്ഞാൽ അല്ലേ, U ലെസ് ദാൻ 8 cm ആണെങ്കിലാണ് വിർച്വലായിട്ടുള്ള ഒരു ഇമേജ് കിട്ടുകയുള്ളൂ. 8-ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമേജ് റിയലായി പോകും, വളരെ ചെറുതും ആണ്, അത് സ്ക്രീനിലേക്കേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 8 ആയതുകൊണ്ട് 8-നേക്കാൾ താഴെ ആയിരിക്കണം എന്നാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുക. സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ ദാറ്റ് എ സ്പെറിക്കൽ മിറർ ഗീവ്സ് ആൻ ഇമേജ് മാഗ്നിഫൈഡ് 5 times
ഓക്കെ, അപ്പോൾ ഇവിടെ മിറർ ഏത് മിററാന്ന് പറഞ്ഞില്ല, കോൺവെക്സ് ആണോ കോൺകേവ് ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ മാഗ്നിഫിക്കേഷൻ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് എ ഡിസ്റ്റൻസ് 5 meter, ഇമേജ് ദാറ്റ് എ സ്പെറിക്കൽ മിറർ ഗീവ്സ് ആൻ ഇമേജ് മാഗ്നിഫൈഡ് 5 times. 5 മടങ്ങ് വലുതാക്കിയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കോൺവെക്സ് മിറർ ആയിരിക്കില്ല. കാരണം കോൺവെക്സ് മിറർ ഒരിക്കലും 5 times, ഒന്നിനേക്കാൾ മുകളിൽ അല്ലേ, ഒന്നിൽ താഴെ ആയിരിക്കും അതിൻ്റെ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കോൺകേവ് മിററാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇമേജ് ഉണ്ടാകുന്നത് 5 meter എവേ ഫ്രം ദ മിററാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വി എന്ന് പറയുന്നത് 5 meter ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇഫ് സോ ഡിറ്റർമൈൻ വെദർ ദ മിറർ ഈസ് കോൺകേവ് ഓർ കോൺവെക്സ്, ഹൗ മച്ച് വിൽ ബി ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ. അപ്പോൾ ഈ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് മനസ്സിലാക്കണം. ഇനി ഈ മിറർ കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നൊരു ചോദ്യമുണ്ട്. അതിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ മിറർ ഒരു കോൺകേവ് മിറർ ആണെന്ന് പറയാം. ഇതൊരു റിയൽ ഇമേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള ചിന്തയിൽ നമുക്ക് എഴുതി നോക്കാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ നമുക്ക് -5 എന്ന് എടുക്കാം, ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ. അതുപോലെ ഡിസ്റ്റൻസ്, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് 5 meter ആണ്, അതും -5 ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ബാക്കി എഴുതാം. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ -v/u ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ആദ്യം u ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, കാരണം f ആണല്ലോ കണ്ടെത്തേണ്ടത്. അപ്പോൾ f കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, f ഈക്വൽസ് uv/u+v എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് u ആണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ വിയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എഫ് കണ്ടുപിടിക്കാൻ ആദ്യം u കണ്ടുപിടിക്കുക അല്ലേ, u കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ -v/u ഈക്വൽസ് -5 എന്ന് ആദ്യം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് v/u എന്ന് പറഞ്ഞ +5 ആയിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. ഇനി v തന്നിട്ടുണ്ട് -5 ആണ്. -5/u ഈക്വൽസ് 5 എന്ന് എഴുതാം. അങ്ങനെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5u ഈക്വൽസ് അല്ലേ, 5u ഈക്വൽസ് 1 × -5 എന്ന് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഈക്വൽസ് -5 ആണ്. അപ്പോൾ u ഈക്വൽസ് -5/5 എന്ന് കിട്ടും. അങ്ങനെ -1 എന്ന് കിട്ടും. അപ്പോൾ -1 meter ആണ് u എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഏതെല്ലാം കിട്ടിയെന്ന് കണ്ടല്ലോ. v നമുക്ക് -5 എന്ന് കിട്ടി, u -1 എന്ന് കിട്ടി. ഇനി നമുക്കിതിൻ്റെ എഫ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ v -5, u -1, f ഈക്വൽസ് uv/u+v. അപ്പോൾ -1 × -5/-1 + -5. അപ്പോൾ ആൻസർ 5/-6 എന്നാണ് വരുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുക 5/6 നെഗറ്റീവ് സൈനാണ് വരുന്നത്. ഇതൊരു കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. -5/6 എന്നാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുക. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ മോട്ടോർ സൈക്ലിസ്റ്റ് ഒബ്സർവ് എ കാർ കമ്മിങ് ഫ്രം ബിഹൈൻഡ് വിത്ത് എ മാഗ്നിഫിക്കേഷൻ 1/6. അപ്പോൾ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ 1/6 ആണ്. മോട്ടോർ വാഹനത്തിൽ ഉപയോഗിക്കുന്ന മിററാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം, കാരണം ഇത് കോൺവെക്സ് മിററാണ്. 1-ൽ താഴെയാണ് മാഗ്നിഫിക്കേഷൻ. ഇഫ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കാർ ആൻഡ് ദ ബൈക്ക് ഈസ് 30 meter. ബൈക്കിൻ്റെ മിററിൽ കൂടെ കാറിനെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ u എന്ന് പറയുന്നത് -30 ആണ്. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ നമുക്കൊന്നും അറിയാനില്ല, ഫോക്കസിൻ്റെ ഇരട്ടിയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ. നമ്മളിങ്ങനെ മിറർ വരയ്ക്കുമ്പോൾ ഇത് മിററിൻ്റെ സെൻറ്റർ ആണെങ്കിൽ ഈ സെൻറ്ററിൽ നിന്ന് ഈ പോളിലേക്കുള്ള ദൂരമാണ് എന്തെന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ. അതിൻ്റെ പകുതിയാണ് ഫോക്കസ്. അപ്പോൾ നമ്മൾ ഫോക്കസ് കണ്ടുപിടിച്ചാൽ മതി, എഫ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡബിൾ എടുത്താൽ മതി. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടും. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എഫ് കണ്ടുപിടിക്കേണ്ട കാര്യമേ ഉള്ളൂ. എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം അറിയണം? എഫ് കണ്ടുപിടിക്കണമെങ്കിൽ
യു വി ബൈ യു പ്ലസ് വി ആണ് ഇക്വേഷൻ. വി കൂടി അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മാഗ്നിഫിക്കേഷൻ ഈക്വൽസ് നമുക്കറിയാം നെഗറ്റീവ് വി ബൈ യു ആണ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് മാഗ്നിഫിക്കേഷൻ നമുക്കറിയാം, മാഗ്നിഫിക്കേഷൻ 1/6 ആണ്, ഈക്വൽസ് നെഗറ്റീവ് വി ബൈ യുവിൻ്റെ സ്ഥാനത്ത് നമുക്ക് നെഗറ്റീവ് 30 കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ആൻസർ വരുമ്പോൾ 6 അല്ലേ, നെഗറ്റീവ് 6v എന്ന് വരും. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ ഈക്വൽസ് നെഗറ്റീവ് 30 എന്ന് വരും. അങ്ങനെ നമുക്ക് വി ഈക്വൽസ് നെഗറ്റീവ് 30 ബൈ നെഗറ്റീവ് 6 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് പോസിറ്റീവ് 5 എന്ന് കിട്ടും. ഓക്കെ, ഇതിനകത്ത് തെറ്റില്ല, കാരണം വിർച്വൽ ഇമേജ് വരുമ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിരിക്കും. വിർച്വൽ ഇമേജ് ഇതിൻ്റെ അകത്താണ് ഉണ്ടാകുന്നത്, അപ്പോൾ പോസിറ്റീവാണ്, പോസിറ്റീവ് 5 ആണ്. അപ്പോൾ വി നമുക്ക് പോസിറ്റീവ് 5 എന്നും കിട്ടി, യു നമുക്ക് നെഗറ്റീവ് 30 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് യു എന്ന് പറയുന്നത് നെഗറ്റീവ് 30, വി എന്ന് പറയുന്നത് പോസിറ്റീവ് 5. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എഫ് കണ്ടുപിടിക്കാം. എഫ് ഈക്വൽസ് യു വി യു അപ്പോൾ നമുക്ക് യു നെഗറ്റീവ് 30 എന്നും വി പോസിറ്റീവ് 5 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഫ് ഈക്വൽസ് യു വി ബൈ യു പ്ലസ് വി ആണ്. അപ്പോൾ നെഗറ്റീവ് 30 ഇൻറ്റു പോസിറ്റീവ് 5 ബൈ യു പ്ലസ് വി നെഗറ്റീവ് 30 പ്ലസ് പോസിറ്റീവ് 5 ആണ്. അതിൻ്റെ ഇതിൻ്റെ ആൻസർ നെഗറ്റീവ് 150 എന്ന് വരും. ഇതിൻ്റെ ആൻസർ നെഗറ്റീവ് 25 എന്നും വരും. അങ്ങനെ നമുക്കതിൻ്റെ ആൻസർ പോസിറ്റീവ് 6 അല്ലേ, പോസിറ്റീവ് 6 എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് 6 ആണ്. ദെയർഫോർ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 2f ആണ്. 2 ഇൻറ്റു 6 ആണ്, 12 മീറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, അടുത്ത ക്വസ്റ്റിന് ഷേവിംഗ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 72 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് തന്നിട്ടുണ്ട് 72 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ മാൻ യൂസസ് ഇറ്റ് സ്റ്റാൻഡിങ് 18 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ മിറർ. മിററിൽ നിന്ന് 18 സെൻറ്റിമീറ്റർ അകലെയാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് യു എന്ന് പറയുന്നത് നെഗറ്റീവ് 18 എടുക്കാം. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് വിൽ ബി ദ ഇമേജ് ബി ഫോംഡ്. ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത് അപ്പോൾ വി ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഈസ് ഇറ്റ് റിയൽ ഓർ വിർച്വൽ ഇമേജ്, റിയൽ ആണോ വിർച്വൽ ഇമേജ് ആണോ എന്ന് കണ്ടുപിടിക്കണം. പിന്നെ മാഗ്നിഫിക്കേഷൻ, ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 3 കാര്യങ്ങളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫും യുവും തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് വി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എഫും യുവും തന്നിട്ടുണ്ട്, അതുപയോഗിച്ച് വി കണ്ടെത്തുക. അങ്ങനെ ആ വിയും യുവും ഉപയോഗിച്ച് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഷേവിംഗ് മിറർ കോൺകേവ് മിററാണ് അല്ലേ. ഷേവിംഗ് മിറർ കോൺകേവ് മിറർ ആയതുകൊണ്ട് നമുക്കത് നെഗറ്റീവ് 72 സെൻറ്റിമീറ്റർ എന്നാണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള ഇക്വേഷൻ എഫ് ഈക്വൽസ് യു വി ബൈ യു പ്ലസ് വി എന്ന് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ യു എത്രയാ? യു നെഗറ്റീവ് 18 ഇൻറ്റു വി അറിയില്ല, യു പ്ലസ് വിയുടെ സ്ഥാനത്ത് നെഗറ്റീവ് 18 പ്ലസ് വി എന്ന് എഴുതണം. ഈക്വൽസ് എഫിൻ്റെ സ്ഥാനത്ത് നെഗറ്റീവ് 72 എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു പണി. അപ്പോൾ നമ്മൾ നെഗറ്റീവ് 72 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യേണ്ടി വരും. അപ്പോൾ നെഗറ്റീവ് 72 ഇൻറ്റു നെഗറ്റീവ് 18 പ്ലസ് നെഗറ്റീവ് 72 ഇൻറ്റു വി എന്ന് വരും. ഈക്വൽസ് ഇത് ഇൻറ്റു 1 അല്ലേ. അപ്പോൾ നെഗറ്റീവ് 18 വി എന്നാണ് വരിക. ഇതിൻ്റെ ആൻസർ 1296 എന്നാണ് തന്നെ. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ പോസിറ്റീവായിട്ട് വരും. പ്ലസ് -72 വി എന്നാണ് വരുന്നത്, -18 വിയും വരും. ഇത് രണ്ടും ഈ വേരിയബിൾസ് രണ്ടും ഒരുപോലെ ഉള്ളവരെ ഒരു സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ ഈ നെഗറ്റീവ് 18 വിനെ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരിക.
അപ്പോൾ നമ്മൾ നെഗറ്റീവ് 72V പ്ലസ് 18V 18V എന്നാണ് വരുന്നത് ഈക്വൽസ് ഇവിടെ പോസിറ്റീവ് 1296 എന്നുള്ളതിനെ അപ്പർ സൈഡിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് 1296 എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് 72ഉം 18ഉം രണ്ടും ഓപ്പോസിറ്റ് ഇതായതുകൊണ്ട് 72ൽ നിന്ന് 18 കുറയ്ക്കണം. അപ്പോൾ നെഗറ്റീവ് 54V എന്നാണ് ഇവിടെ വരിക ഈക്വൽസ് നെഗറ്റീവ് 1296. അപ്പോൾ V ഈക്വൽസ് നെഗറ്റീവ് 1296 ബൈ നെഗറ്റീവ് 54. അപ്പോൾ V ഈക്വൽസ് പോസിറ്റീവ് 24 എന്നാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ V ഈക്വൽസ് 24 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ V24 നമുക്ക് കിട്ടി, അത് പോസിറ്റീവ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മാഗ്നിഫിക്കേഷൻ കാണാൻ നെഗറ്റീവ് V/U ആണ് മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നെഗറ്റീവ് V എന്ന് പറഞ്ഞാൽ 24 പോസിറ്റീവ് 24. അപ്പോൾ നെഗറ്റീവ് V എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 24 ബൈ നെഗറ്റീവ് 18. നെഗറ്റീവ് 24 ബൈ നെഗറ്റീവ് 18 ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ വരിക അല്ലേ, മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ സംഖ്യ എപ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും, കാരണം രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് വരുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ 4/3 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 4/3 എന്ന് കിട്ടി, പോസിറ്റീവാണ്. അതിൽ നിന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് വിർച്വൽ ഇമേജ് ആണെന്ന് നമുക്ക് പറയുവാനായിട്ടും സാധിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റാപ്പ് എ റബ്ബർ ബോൾ ഓഫ് ഡയമീറ്റർ 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു റബ്ബർ ബോളാണ് ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കുന്നത്. റബ്ബർ ബോൾ, അതിൻ്റെ ഡയമീറ്റർ 12 സെൻറ്റിമീറ്ററാണ്. ഡയമീറ്റർ 12 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ദെൻ അത് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇതിനെ കവർ ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇതൊരു മിററായിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പീസ് മുറിച്ചെടുത്തു ഇങ്ങനെ. അപ്പോൾ ഇതൊരു കോൺവെക്സ് മിററാണ്. ഈ സൈഡാണല്ലോ അലൂമിനിയം ഫോയിൽ കൊണ്ട് പൊതിഞ്ഞേക്കണേ. അപ്പോൾ ഇതൊരു കോൺവെക്സ് മിററാണ് കിട്ടുക. അപ്പോൾ ഈ കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത്ത് നമുക്ക് ഇതിൽ നിന്ന് ഈ 12ൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെ കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത്ത് മനസ്സിലാക്കുക? ഇതിൻ്റെ ഡയമീറ്റർ 12 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് 6. റേഡിയസ് 6 ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും ഫോക്കൽ ലെങ്ത്ത്. അപ്പോൾ ഫോക്കൽ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണ്. കോൺവെക്സ് മിറർ ആയതുകൊണ്ട് പോസിറ്റീവ് കൊടുക്കാം. പോസിറ്റീവ് 3 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ദർ വിൽ ബി ദ ഇമേജ് ഓഫ് ആൻ ഓബ്ജക്റ്റ് കെപ്റ്റ് 12 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ബോൾ. ഇനി ഈ ബോളിൻ്റെ സെൻറ്ററിൽ നിന്ന് 12 സെൻറ്റിമീറ്റർ അകലെയാണ് ഒരു വസ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഭാഗത്ത് വേർ വിൽ ബി ദ ഇമേജ് ഓഫ് ആൻ ഓബ്ജക്റ്റ് കെപ്റ്റ് 12 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ബോൾ. അപ്പോൾ ഈ ബോളിൻ്റെ സെൻറ്ററിൽ നിന്ന്, ഇപ്പോൾ ഇതൊരു മിറർ ആണെങ്കിൽ പോലും ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 12 സെൻറ്റിമീറ്റർ അകലെയാണ് വസ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ ചാടി U ഈക്വൽസ് നെഗറ്റീവ് 12 എന്ന് എഴുതിയേക്കരുത്. കാരണം ഇവിടെ നിന്ന് തൊട്ടുള്ള ദൂരമാണ് U എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സെൻറ്റർ തൊട്ടുള്ള ദൂരമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെൻറ്റർ തൊട്ട് ഇവിടം വരെയുള്ള ദൂരം നമുക്കറിയാമല്ലോ 6 ആണ്. അതിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 12ൽ നിന്ന് 6 കുറയ്ക്കണം. അപ്പോൾ U എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 6 ആണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. നെഗറ്റീവ് 6 cm ആണ് U. ഓക്കെ, അപ്പോൾ F ഈക്വൽസ് പോസിറ്റീവ് 3, U ഈക്വൽസ് നെഗറ്റീവ് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇമേജ് റിയൽ ആണോ വിർച്വൽ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് നോക്കാം. V കണ്ടുപിടിക്കാനായിട്ട് F ഈക്വൽസ് UV ബൈ U പ്ലസ് V പ്ലസ് 3 ഈക്വൽസ് നെഗറ്റീവ് 6V ബൈ നെഗറ്റീവ് 6 പ്ലസ് V. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് 18 പ്ലസ് 3V ഈക്വൽസ് നെഗറ്റീവ് 6V എന്ന് വരും അല്ലേ. നെഗറ്റീവ് 18 ഇത് രണ്ടും കൂടെ എൻഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇനി വികളെ രണ്ടിനെ ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നെഗറ്റീവ് 18 ഇവിടെ നിർത്താം. നെഗറ്റീവ് 6V ഇവിടെ നിൽക്കട്ടെ. ഈ പ്ലസ് 3Vനെ അപ്പുറം സൈഡിട്ട് മൈനസ് 3V ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് നെഗറ്റീവ് 18 തന്നെ വരും. ഇത് ഒരേ സിമ്പലാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് 9V ആണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് 9V ഈക്വൽസ് നെഗറ്റീവ് 18. അപ്പോൾ V ഈക്വൽസ് നെഗറ്റീവ് 18 ബൈ നെഗറ്റീവ് 9 ആണ്.
അപ്പോൾ പോസിറ്റീവ് 2 വി കിട്ടുന്നത്. അപ്പോൾ വി പോസിറ്റീവ് 2 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ മിററിൻ്റെ വി എന്ന് പറഞ്ഞാൽ ഇമേജ് ഉണ്ടാവുന്നത്, ഇമേജിലേക്കുള്ള ദൂരം ഇങ്ങോട്ടേക്കാണെങ്കിൽ പോളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നെഗറ്റീവ് വരേണ്ടത്. അപ്പോൾ പോളിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പോസിറ്റീവ് സംഖ്യ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഇമേജ് വിർച്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ വിർച്വൽ ഇമേജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇമേജ് വിർച്വൽ ആണ്, വിർച്വൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വി ആർ ഏബിൾ ടു റീഡ് എ ബുക്ക് സിൻസ് ലൈറ്റ് ഫാൾസ് ഓൺ എ സർഫസ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഫ്രം ദ ബുക്ക് ആൻഡ് റീച്ചസ് ദ ഐ. ഇപ്പം നമുക്ക് ഒരു ബുക്ക് വായിക്കാൻ പറ്റുന്ന, ബുക്കിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന, പ്രതിപദിച്ച് വരുന്ന പ്രകാശരശ്മി കണ്ണിൽ പതിക്കുന്നുകൊണ്ടാണെന്ന് പറയുന്നു. ബട്ട് ഓൺ സച്ച് ഒക്കേഷൻസ് വി കനോട്ട് സീ അവർ ഇമേജ് ലൈക്ക് ദാറ്റ് ഫ്രം എ മിറർ. നമ്മുടെ ഇമേജ് പക്ഷേ കാണാനായിട്ട് പറ്റുന്നില്ല. സ്റ്റുഡൻസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ ആശയം ഇതാണ്. ഒരു ബുക്കിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പ്രകാശരശ്മി നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോൾ നമുക്ക് അത് വായിക്കാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നമ്മുടെ ഇമേജ് ഒരിക്കലും ആ കടലാസിൽ നമ്മുടെ ഒരു ഇമേജ് രൂപപ്പെടുന്നില്ല. ഒരു മിററിൽ രൂപപ്പെടുന്ന പോലെ നമ്മുടെ മുഖം ആ കടലാസിൽ രൂപപ്പെടുന്നില്ല, ഒരു ഇമേജ് രൂപപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന ചോദ്യം. നമുക്കറിയാം 2 തരം റിഫ്ലക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിസരിത പ്രതിപതനവും ക്രമപ്രതിപതനവും അല്ലേ? റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. അപ്പോൾ ഈ കടലാസ് സ്മൂത്ത് അല്ലാത്തതുകൊണ്ട് അവിടെ നടക്കുന്ന റിഫ്ലക്ഷൻ ഇറഗുലർ റിഫ്ലക്ഷനാണ്. ഇറഗുലർ റിഫ്ലക്ഷനാണ്, വിസരിത പ്രതിപതനമാണ്. വിസരിത പ്രതിപതനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇമേജ് ഉണ്ടാവാത്തത്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ റിയൽ ഓർ വിർച്വൽ? ഒരു പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജ് റിയൽ ആണോ വിർച്വൽ ആണോ? പ്ലെയിൻ മിറർ സൃഷ്ടിക്കുന്ന ഇമേജ് വിർച്വൽ ആണ് അല്ലേ? മിഥ്യാപ്രതിബിംബമാണ് എന്ന് നമുക്കറിയാം. റൈറ്റ് ആൻ ഇൻസ്റ്റൻസ് വെൻ സച്ച് എ മിറർ ഗീവ്സ് ആൻ ഇൻവെർട്ടഡ് ഇമേജ്. എന്ന് വെച്ചാൽ മുഖം നോക്കുന്ന കണ്ണാടി അതൊരു ഇൻവെർട്ടഡ് ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം പറയാം. നോർമലി നമ്മൾ ചിന്തിച്ചിട്ട് ആകെ കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിറർ ഇങ്ങനെ വയ്ക്കുക, നമ്മുടെ മേശപ്പുറത്ത് ഒരു മിറർ വയ്ക്കുക. ഓക്കെ, ഒരു പ്ലെയിൻ മിറർ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു വസ്തു വയ്ക്കുക. അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു വസ്തു വയ്ക്കുക. ആ മിററിൻ്റെ പുറത്തൊരു വസ്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും കാണുക? ഇങ്ങനെ ഇരിക്കുന്ന വസ്തുവിൻ്റെ ഇമേജ് നമ്മൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പ്ലേസ് ദ ഓബ്ജക്റ്റ് ഓൺ ദ മിറർ അല്ലേ? ഓൺ ദ സർഫസ് ഓഫ് ദ മിറർ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ് കിട്ടും. ആ ഒരു കേസിൽ മാത്രമേ ഇങ്ങനെ ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുള്ളൂ. അപ്പോൾ പ്ലേസ് ദ ഓബ്ജക്റ്റ് ഓൺ ദ മിറർ ടു ഗെറ്റ് ആൻ ഇൻവെർട്ടഡ് ഇമേജ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമുക്കൊരു യൂണിറ്റ് ടെസ്റ്റ് ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാവുക. കൂടാതെ ഈ റിവിഷൻ, ഈ ലെറ്റസ് അസസിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ.